ഹലോ അസ്സാം വലൈക്കും. അഹനസ് വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂർ സിറ്റിയിലെ ഇസ്ലാമിക ചുറ്റുപാടും ഇവിടുത്തെ കാഴ്ചകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണൂർ സിറ്റി എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്രാമമാണ്. മാത്രവുമല്ല ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പള്ളികൾ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നുണ്ട്. 56ഓളം പള്ളികളുണ്ട്. എല്ലാ പള്ളികളുടെ അടുത്തും ഓരോ മക്കാമുകളും ഖബർസ്ഥാനികളും ഒക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. കടൽക്കരയോട് ചേർന്ന് കിടക്കുന്ന ഈ സിറ്റിയിൽ പണ്ട് കാലത്ത് പേർഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ ആളുകൾ കച്ചവടത്തിന് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിട്ട ഒരു പേരാണ് കണ്ണൂർ സിറ്റി എന്നുള്ളത്. കണ്ണൂർ ടൗണ് വേറെ, കണ്ണൂർ സിറ്റി എന്ന് പറയുന്നത് ഇത് വേറെ സ്ഥലമാണ്. അത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സിറ്റിയുടെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് സിറ്റി വലിയ ജുമാ മസ്ജിദ്. എൻ്റെ പിറകിൽ കാണുന്ന ഈ പള്ളി വളരെ മനോഹരമായിട്ട് കാണാൻ തന്നെ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അറക്കൽ രാജവംശമാണ്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് 2 മക്കാമുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. വലിയുല്ലാഹി ഷഹീദ് ബാവ തങ്ങളുടെ മക്കാമും സയ്യിദ് മുഹമ്മദ് മൗല അൽ ബുഖാരി തങ്ങളുടെ മക്കാമും ഇതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് പിറകുവശത്ത് ധാരാളം മുസ്ലിമീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ഖബർസ്ഥാനുണ്ട്. അവിടെയാണ് പാർലമെൻറ്റിൽ നമ്മുടെ ഇടിമുഴക്കമായിരുന്ന UN പൊതുസഭയിൽ നമുക്ക് വേണ്ടി സംസാരിച്ച കഅബ കഴുകാൻ അവസരം ലഭിച്ച ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ പള്ളിക്ക് പിറകുള്ള ഖബർസ്ഥാനിയിലാണ്. ഇതാണ് സിറ്റിയിലെ ഇസ്ലാമിക ചൈതന്യം വിളിച്ചോതുന്ന ഇസ്ലാമിക ചുറ്റുപാടിനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു സംഗതി. ഇവിടുത്തെ ഖബർസ്ഥാനി ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മറവ് ചെയ്യപ്പെട്ട ഖബർസ്ഥാനിയാണ്. എൻ്റെ പിറകിൽ നിങ്ങൾ കാണുന്ന ഏക്കർ കണക്കിനുള്ള ഈ ഒരു ഖബർസ്ഥാനി വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് അഹമ്മദ് സാഹിബൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശരിക്കും ഈ സിറ്റി ഒരു അത്ഭുതം കേട്ടോ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു 56ഓളം പള്ളികളുള്ള ഈ സിറ്റിയിൽ നമുക്ക് നേരത്തെ പോയ വലിയ ജുമാഅത്ത് പള്ളി ഈ ഖബർസ്ഥാനിയുടെ അപ്പുറം കാണാം. നമ്മളിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് മറ്റൊരു പള്ളി കാണാം. വീണ്ടും ഒന്നുകൂടെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് മറ്റൊരു പള്ളി കാണാം. കണ്ണൂർ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന സ്ഥലമാണ് സയ്യിദ് മുഹമ്മദ് മൗല മക്കാം. ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വളപട്ടണം കക്കുളങ്ങര പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ പേരക്കുട്ടിയാണ്. കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിലെ ഖുതുബുസ്സമാനായിരുന്നു സയ്യിദ് മുഹമ്മദ് മൗല ബുഖാരി തങ്ങളവറുകൾ കേരളത്തിലുടനീളം ഒരുപാട് പള്ളികൾ നിർമ്മിച്ചു. കൊച്ചി ചെമ്പിട്ടപ്പള്ളി, അതുപോലെ നെട്ടൂർ വലിയ ജുമാ മസ്ജിദ്, വടുതല കോട്ടുപള്ളി, ഇങ്ങനെ ഒരുപാട് പള്ളികൾ നിർമ്മിക്കുകയും കേരളത്തിലെ ഇസ്ലാമിക ചൈതന്യം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൻ്റെ ഖുതുബുസ്സമാനായിരുന്നു സയ്യിദ് മുഹമ്മദ് മൗല ബുഖാരി തങ്ങൾ. കണ്ണൂർ സിറ്റിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് എൻ്റെ പിറകിൽ കാണുന്ന റിഫായി ഹദറ. ഇത് കണ്ണൂർ സിറ്റിയുടെ പല ഭാഗത്ത് ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. കണ്ണൂർ സിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പള്ളിയാണ് കണ്ണൂർ അരട്ടക്കപ്പള്ളി. ഇവിടെ ഒരു മക്കാമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുപാട് കറാമത്തുകളും ചരിത്രവുമുള്ള ഈ പള്ളി കണ്ണൂർ സിറ്റിയുടെ മറ്റൊരു ആത്മീയ മുഖമാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരമാണ് എൻ്റെ പിറകുവശത്തുള്ളത്. സന്ദർശകർക്ക് ഇത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തുറന്നിട്ടില്ല. തിങ്കളാഴ്ച അവധിയാണ്. അപ്പുറത്ത് റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പിറകുവശത്ത് വന്നെടുക്കുന്നത്. ഇത് അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരമാണ്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാക്കി സന്ദർശകർക്ക് അനുവദിച്ചു കൊടുത്തു. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പള്ളിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ദിവസം വന്ന് ഇത് സന്ദർശിച്ചാൽ അറക്കൽ രാജവംശത്തിൻ്റെ പൂർണ്ണ ചരിത്രം നിങ്ങൾക്ക് പഠിക്കാനാകും. സിറ്റിയിലെ പള്ളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ പള്ളികളും നല്ല പഴമ നിറഞ്ഞ പള്ളികളാണ്. കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. മാത്രമല്ല നമുക്ക് അവിടത്തേക്ക് പോകുമ്പോൾ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്, റാഹത്താണ് ആ പഴമ നിറഞ്ഞ പള്ളിയൊക്കെ കാണുമ്പോൾ. അത് തന്നെയാണ് സിറ്റിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ണൂർ സിറ്റിയിലെ ഹാർബർ തുറമുഖത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.